തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായ ജയരാജ് മിഷണറി വേല ഒട്ടും താൽപ്പര്യമില്ലാതിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവിക ശുശ്രൂഷകളിൽ നിന്ന് വ്യതിചലിക്കുന്ന മനോഭാവത്തെ ദൈവം മാറ്റിമറിച്ചു. ബാല്യകാല അനുഭവങ്ങളിൽ നിന്നും തിരിച്ചറിഞ്ഞ ദൈവസ്നേഹം പിൽക്കാലത്ത് ഉറച്ച വിശ്വാസ ചുവടുകൾക്ക് വഴിതെളിച്ചു. ഇന്ന് ജയരാജ് ആത്മീക പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ്. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പന് ഈ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വണ്ടി ഒരിടത്ത് കൊണ്ട് ചിടിച്ചു. ഈ ഡ്രൈവർ മദ്യപാനി ആയിരുന്നതുകൊണ്ട് അദ്ദേഹം വണ്ടി കൊണ്ടുവച്ച് ഇടിക്കുകയും ആ വണ്ടി തന്നെ ഇടിക്കുന്ന സമയത്ത് പപ്പ താഴെ വീണു. അതിനുശേഷം ഈ വണ്ടി തന്നെ തിരിച്ച് ബാക്കിലോട്ടെടുത്തു. ഇരുന്നവരൊക്കെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഒച്ച വെച്ചിട്ടും അദ്ദേഹം മൈൻഡ് ചെയ്യാതെ വണ്ടി ബാക്കിലോട്ടെടുത്തപ്പോൾ ഈ 2 കാലിലും കൂടെ വണ്ടി കയറി ഇറങ്ങി. എന്നാൽ ഒരു കാല് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അപ്പൻ്റെ മനസ്സിനകത്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് ആ സമയത്ത് ആ വീഴ്ചയുടെ സമയത്തും ഒരു പാട്ട് ഹൃദയത്തിനകത്ത് വന്നു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ എന്നൊരു പാട്ട് ആ മനസ്സിനകത്ത് വേഗം ഓടി വന്ന് അത് ഉറക്കെ അവിടെ കിടന്നുകൊണ്ട് തന്നെ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളെ 3 മക്കളെക്കുറിച്ചുള്ള ഓർമ്മ അപ്പൻ്റെ മനസ്സിനകത്തേക്ക് വേഗം വന്ന സമയത്ത് ആ പാട്ട് നിർത്തിയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ പറഞ്ഞു: ദൈവം എനിക്ക് 3 ആൺമക്കളെ നീ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവരുടെ കളിച്ചിരിയോ അവരുടെ സന്തോഷമോ ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ദൈവം എനിക്ക് ആയുസ് നീട്ടി തന്നു കഴിഞ്ഞാൽ എൻ്റെ 3 മക്കളെ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാം എന്ന ഒരു സമർപ്പണം ആ സമയത്ത് അവിടെ വെച്ചെടുത്തു. ദൈവത്തോട് പറഞ്ഞു, നീ എനിക്ക് ആയുസ് നീട്ടിത്തരണം, ഞാൻ എൻ്റെ 3 മക്കളെയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് ആ സമയത്ത് ഒരു തീരുമാനം അവിടെ വെച്ചെടുത്തു. ദൈവം ആ തീരുമാനം അംഗീകരിക്കുകയും അപ്പന് മറ്റ് ബുദ്ധിമുട്ടുകൾ കൂടാതെ ഹോസ്പിറ്റലിൽ ഒരുപാട് ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എങ്കിലും ഒരു കാല് പൂർണ്ണമായിട്ട് മുറിച്ചു മാറ്റി. ആ വിധത്തിലാണ് ഞങ്ങൾ യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ കൃപയിലേക്ക് വരാൻ ഇടയായിത്തീർന്നത്. അങ്ങനെങ്കിലും കുഞ്ഞുപ്രായത്തിൽ സൺഡേ സ്കൂൾ പഠിക്കുകയും CA ഉള്ള മീറ്റിംഗ്, അതുപോലെ ചർച്ചിലെ എല്ലാ മീറ്റിങ്ങുകളും മുടങ്ങാതെ ഞങ്ങൾ പങ്കെടുക്കുകയും ദൈവത്തെ യഥാർത്ഥമായിട്ട് ആരാധിക്കുകയൊക്കെ ചെയ്തു വന്നു. എന്നാൽ കുറച്ച് ഞങ്ങളുടെ 10ാം ക്ലാസ്, എൻ്റെ ഒരു 10ാം ക്ലാസ് പഠനത്തിന് ശേഷമാണ് ഞാൻ ഈ ദൈവകൃപയിൽ നിന്നൊരല്പം പിന്നോട്ട് പോകത്തക്ക വിധത്തിൽ ചില കൂട്ടുകെട്ടുകളൊക്കെ എൻ്റെ ജീവിതത്തിനകത്ത് വന്നു. അങ്ങനെ ആ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ദൈവകൃപയിൽ നിന്ന് ഒരുപാട് അകന്നുപോയി. കാരണം എൻ്റെ പപ്പയ്ക്ക് ഞങ്ങളിങ്ങനെ ഇത് യഥാർത്ഥമായിട്ട് ഒന്ന് നിയന്ത്രിക്കാനോ നോക്കാനോ കഴിയാത്ത സാഹചര്യങ്ങൾ, എപ്പോഴും നമ്മുടെ പിന്നാലെ വരാനോ ഒന്നും കഴിയാത്ത സാഹചര്യം. അതുപോലെ ഞങ്ങളുടെ ജീവനത്തിന് വേണ്ടിയിട്ട് പപ്പ ഈ കാലില്ലാതിരുന്ന സമയത്ത് ഒരു ചെറിയൊരു ബിസിനസ്സൊക്കെ, ഒരു ചായക്കടയൊക്കെ നടത്തി പോകുന്നത് കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങളെ വന്ന് നോക്കുമെന്നോ കാണുമെന്നോ ഉള്ളൊരു ചിന്ത ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് അങ്ങനെ ആ കൂട്ടുകെട്ട് ഒരല്പം കൂടെ ബുദ്ധിമുട്ടിലേക്ക് മാറി. ഞാൻ ഈ 10ാം ക്ലാസ് പഠനത്തിന് ശേഷമാണ് ആ വിധത്തിലൊരു കൂട്ടുകെട്ടിൽ ആഴമായിട്ട് ഉറച്ചത്. എന്നാൽ ഞാൻ ഈ 10ാം ക്ലാസ്സിൽ പഠനം കഴിഞ്ഞ് ജോലിക്ക് പോയി കയ്യിൽ കിട്ടുന്ന പൈസയൊക്കെ മുഴുവൻ കൂട്ടുകാരുമൊത്ത് അധികമായിട്ടങ്ങ് ചിലവഴിക്കുകയും എനിക്കന്ന് 70 രൂപ ശമ്പളം കിട്ടിയ സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മ അധികം പൈസ ചോദിച്ചപ്പോൾ ഞാൻ അന്ന് ഒരുപാട് അമ്മയെ വഴക്ക് പറയും ചീത്ത പറയുകയൊക്കെ ചെയ്തു. ഒരു 20 രൂപയാണ് ഞാൻ ഡെയിലി വീട്ടിൽ കൊടുക്കുന്നത്. ഒരു 50 രൂപ എനിക്ക് മിച്ചം കയ്യിൽ കാണും. പക്ഷേ അത് 1 രൂപ പോലും തിരിച്ച് മിച്ചം വയ്ക്കാതെ ആ ദിവസം തന്നെ 2-3 ദിവസം കൊണ്ട് അതിനെ അങ്ങ് തീർക്കും. എന്നാൽ കൃത്യമായിട്ട് എല്ലാ ദിവസവും ജോലിക്ക് പോവും. 20 രൂപയെ കൂടുതൽ ഒരിക്കലും വീട്ടിൽ കൊടുക്കാറില്ല. അത് എൻ്റെ മനസ്സിനകത്ത് ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് കാലത്ത് നിലനിന്ന ഒരു സംഭവമാണ്. ഞാൻ അമ്മയെ അങ്ങനെ തെറി പറയുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഈ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് മറ്റൊരു അനുഭവം കൂടെ എൻ്റെ ജീവിതത്തിനകത്തുണ്ടായി. ഞങ്ങൾ യഥാർത്ഥമായി പള്ളിയിൽ പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും പള്ളിയിൽ എല്ലാ കാര്യത്തിനും ഓക്കെയാണ്. പക്ഷേ ഈ കൂട്ടുകാരുമായിട്ടുള്ളൊരു ബന്ധം അധികം ആർക്കും പുറത്തറിയില്ല. അത് ഞങ്ങളൊരു വല്ലാത്തൊരു ഒരു നല്ല സ്വഭാവം പോലെ ഒന്ന് പറഞ്ഞ് പുറത്ത് പോയാലും അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അതിനെ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു സമയത്ത് ഈ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നു. എൻ്റെ 2 കാലും വല്ലാത്ത നീര് വെച്ചിട്ട് ഭയങ്കര വേദനയും എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ 2-3 ദിവസം അങ്ങനെ തന്നെ ബെഡിൽ ഞാൻ കിടന്നു. പനിയാലും മറ്റ് ബുദ്ധിമുട്ടുകളിലൊക്കെ ഭാരപ്പെട്ടു. അപ്പോൾ എൻ്റെ കാലുകൾക്ക് ഈ നീര് കുറയുകയോ വേദന
ഓരോ ദിവസവും വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലാക്കി. അപ്പോൾ വീട്ടിൽ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോഴും എൻ്റെ ഈ ചെറിയ ചെറിയ സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ടൊക്കെ ഒരു ചില ദിവസങ്ങളൊക്കെ മൈൻഡ് ചെയ്യാത്തതുപോലെ ഇരുന്നു. എന്നാൽ എനിക്ക് ഒട്ടും വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരെന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ അഡ്മിറ്റാകാനിടയായി തീർന്നു. അവിടെ അഡ്മിറ്റായി ചില ഒരു മാസത്തോളം ഏകദേശം അവിടെ കിടന്ന് ഈ കാലിന് നീര് വയ്ക്കാനുള്ള കാരണം എന്താണ്, രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ സമയത്തൊക്കെ എൻ്റെ മാതൃസഭയിലെ പാസ്റ്ററും മറ്റ് അറിയാവുന്ന ദൈവദാസന്മാരൊക്കെ വന്നിട്ട് എപ്പോഴും എന്നോട് പറയുമായിരുന്നു, നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിയുള്ളവനാണ്, നിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണം എന്ന് എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ ഒരു വേല പോയിട്ട് വേറെ ഏത് കാര്യവും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാം എന്ന് എൻ്റെ മനസ്സിനകത്ത് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ആ രോഗക്കിടക്കയിൽ കിടക്കുന്ന സമയത്തും ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഓരോ പാസ്റ്റർമാർ വരികയും എൻ്റെ മാതൃസഭയിലെ പാസ്റ്റർ വരികയൊക്കെ ചെയ്ത് വന്ന് പറയും എൻ്റെ മനസ്സിനകത്ത് പറയും, ഈ വേല പോയിട്ട് വേറെ ഏത് കാര്യവും എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരോട് കാര്യം പറഞ്ഞിട്ട് അവരെ നൈസിലെ ഒഴിവാക്കുക എന്നൊരു പരിപാടിയായിരുന്നു എൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എന്നോട് കൂടെ പഠിച്ച ഒരു സഹോദരൻ ഒരു പാസ്റ്ററുടെ മകനാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം 10ാം ക്ലാസ്സിൽ പഠനത്തിന് ശേഷം ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് പോയി അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഈ സഹോദരനും ഈ ദൈവദാസനും അദ്ദേഹത്തിൻ്റെ പപ്പയുമായിട്ട് ഹോസ്പിറ്റലിൽ ആ സഹോദരനെ കാണാനായിട്ട് അവിടെ വന്നു. ആ സമയത്താണ് എന്നെയും മീറ്റ് ചെയ്യുന്നത്. എന്നെ കണ്ടിട്ട് ഞങ്ങളുടെ കുടുംബമായിട്ട് അത്രയും അടുത്ത പരിചയമുള്ളവരാണ്. അപ്പോൾ ആ ദൈവദാസൻ എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ ആ സമയത്തും മനസ്സിനകത്ത് ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഈ വേല പോയിട്ട് വേറെ ഏത് കാര്യം ചെയ്യും. അദ്ദേഹം എന്നെ വിട്ട് മാറാതെ എൻ്റെ അടുത്ത് നിന്നിട്ട് ഈ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞു, നിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണം, ദൈവം നിൻ്റെ ജീവിതത്തിനകത്തൊരു അത്ഭുതം ചെയ്യും എന്ന് പറഞ്ഞു. അമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴും പറഞ്ഞു, ഒരുപാട് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, പക്ഷേ എന്താണ് അസുഖമെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് തീർത്ത് അവരമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് വീണ്ടും ഒരു ചിന്ത വന്നു, ഈ പാസ്റ്റർമാരെല്ലാവരും പറയുന്ന കാര്യം ശരിയാണെങ്കിൽ എനിക്ക് ആ ദൈവത്തെ ഒന്ന് അറിയണം, എനിക്കൊന്ന് അനുഭവിക്കണം എന്ന് ആ സമയത്ത് എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ തീരുമാനമെടുത്തു. എൻ്റെ അടുത്ത് കിടക്കുന്നവർ കേൾക്കാതെ, എൻ്റെ അമ്മ കേൾക്കാതെ എൻ്റെ ഹൃദയത്തിനകത്തൊരു തീരുമാനമെടുത്തു, ഈ ദൈവദാസൻ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ അതെനിക്കൊന്ന് അനുഭവിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഹൃദയത്തിനകത്തൊരു തീരുമാനത്തിലേക്ക് അന്ന് വരാനിടയായി തീർന്നു. എന്നാൽ ആ ദൈവദാസൻ എന്നിട്ട് പോകാൻ നേരത്തെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകമായൊരു ശക്തി എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്നതായിട്ട് എനിക്ക് ആ സമയത്ത് മനസ്സിലായി. ഞാൻ അന്ന് വരെ അങ്ങനെ ഒരു പ്രത്യേക ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവർ പറയുന്ന കാര്യം ശരിയാണ് എന്ന് പറഞ്ഞ് എൻ്റെ തീരുമാനത്തിനകത്ത് ഞാൻ ഉറച്ചു. എൻ്റെ അങ്ങനെ ഒരു മാസത്തോളം ആ ഹോസ്പിറ്റലിൽ കിടന്നിട്ടും എൻ്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാതിരുന്ന് എൻ്റെ മുറിവുകൾക്ക് എൻ്റെ ഈ കാലിൽ നീര് വെച്ചിട്ട് ആ മുറിവ് പിന്നീട് അകത്ത് പഴുത്ത്, അപ്പോൾ അത് പുറത്ത് കളയാനായിട്ട് അവർ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ ഇത് മുറിവ് കരിയുന്നില്ല, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു. അങ്ങനെ കിടക്കുന്ന സമയത്താണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് വന്നത്. എന്നാൽ ഞാൻ അനുഭവിക്കത്തക്ക വിധത്തിൽ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരാൻ, അല്ലെങ്കിൽ അത് മുറിവുകൾക്ക് കരിയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നിശ്ചയമായി മനസ്സിലാക്കി, ഞാൻ ദൈവത്തോട് പറഞ്ഞ കാര്യം ദൈവം കേട്ടു, ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കണം എന്നൊരു തീരുമാനത്തോടെ ആ 1-2 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ മുറിവൊക്കെ കരിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പഴയ എൻ്റെ കൂട്ടുകാരും അങ്ങനെയുള്ള സുഹൃത്തുക്കളുമൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ പഴയ സ്വഭാവത്തിലേക്കും പഴയ ജീവിത രീതികളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞപ്പോൾ വീണ്ടും ആ മുറിവിൽ തന്നെ വീണ്ടും പഴുക്കുകയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഈ ദൈവത്തോടെടുത്ത തീരുമാനത്തിൽ നിന്ന് എനിക്കിനി പിന്മാറാൻ പറ്റില്ല എന്ന് തീർത്ത് മനസ്സിലാക്കിയത് നിമിത്തം ഞാൻ അങ്ങനെ എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ട് ആ സമയം തന്നെ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുകയും അങ്ങനെ ബൈബിൾ കോളേജിൽ പോയി 2000 ബൈബിൾ കോളേജിൽ ചേർന്ന് 2004 വരെ റാന്നി ഫെയ്ത്ത് ബൈബിൾ കോളേജിൽ ദൈവത്തിൻ്റെ വചനം പഠിച്ചു. അതിനുശേഷം മറ്റ് ചില സഭകളും അല്ലെങ്കിൽ സ്വതന്ത്ര സംഘടനകളിലെ ചില ദൈവദാസന്മാർ സഭകളിലൊക്കെ ചെന്ന് ശുശ്രൂഷകനായിരിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ 2015 ആയപ്പോൾ എൻ്റെ അപ്പയ്ക്ക് ഒരു ആഴമായ നിർബന്ധം, ഞാൻ ദൈവവചനം പഠിച്ച എൻ്റെ മാതൃസഭയോട് ചേർന്ന് അല്ലെങ്കിൽ ആ സംഘടനയോട് ചേർന്ന് നിൽക്കണം, ചേർന്ന് പ്രവർത്തിക്കണം എന്ന്
എപ്പോഴും എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ അപ്പൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, കാരണം ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി എന്നെ ബൈബിൾ കോളേജ് പഠിപ്പിക്കുകയും സ്കൂൾ പഠിപ്പിക്കുകയും ഞങ്ങളുടെ ആഹാര കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പൻ്റെ ആ ഒരു ഹൃദയത്തിലെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം എന്ന മനസ്സോടെയാണ് 2015 ഞാൻ അങ്ങനെ അസംബ്ലി സബ് കോഡിലെ AGയിലെ ശുശ്രൂഷകനായിട്ട് പ്രവേശിച്ചു. ആ സമയത്തൊക്കെ ഒരുപാട് സാമ്പത്തികമായ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടു. എന്നാൽ ആ സമയത്ത് അവിടെ എന്നെ ഒരു ദൈവദാസൻ അവിടെ സഭയിൽ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ജയരാജ് പാസ്റ്റർ എത്ര കാലം ഈ നെയ്യാറ്റിൻകര ടൗണിൽ വേല ചെയ്യുമോ അത്രയും കാലം അവിടുത്തെ വാടക കാര്യങ്ങളൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ആ ഒരു വാക്കിൽ നിന്ന് അദ്ദേഹം പിന്മാറി. എങ്കിലും ദൈവമാണ് വേലയ്ക്ക് വിളിച്ചത് എന്നുള്ള ഒരു മനസ്സോടെ ആ ദേശത്ത് ആ പട്ടണത്തിൽ കുറച്ചു കാലം ഒരു 6 വർഷത്തോളം വേല ചെയ്തു. എന്നാൽ ഞങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങൾക്ക് നേരിട്ടത് നിമിത്തം അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി. എന്നാൽ ആ ഒരു ട്രാൻസ്ഫർ സമയത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളൊക്കെ മനസ്സിലാക്കിയിട്ട് പോലും ഈ 36 പേര് സ്നാനപ്പെട്ട ഒരു സഭയിൽ നിന്ന് ഒരു 3 പേരുള്ള സഭയിലേക്ക് എന്നെ മാറ്റി. എന്നാൽ ആ സമയത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. എൻ്റെ ഇടത് കണ്ണിന് BP കൂടിയിട്ട് ഇടത് കണ്ണിൻ്റെ കാഴ്ച ഒരു 70-80% നഷ്ടപ്പെട്ടു. എൻ്റെ ഹൃദയത്തിനകത്തൊരു തീരുമാനം വന്നു, എന്തായാലും ഈ ഒരു വിഷയത്തിന് വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു 25,000 രൂപയാകും ഒരു മരുന്നിന്, മറ്റൊരു മരുന്ന് നമ്മുടെ ഇന്ത്യൻ മരുന്നിന് 12,000 രൂപയാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ 3 പേരുള്ള വിശ്വാസികളുള്ള ഈ കുഞ്ഞു സഭയിൽ നിന്ന് ഈ ഒരു വിഷയമെന്ന് പറയുന്നത് എന്നെക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് എൻ്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് ആരോടെങ്കിലും പറഞ്ഞ് നമുക്കത് ചെയ്യാം എന്നവൾ പറഞ്ഞപ്പോൾ മനസ്സിനകത്ത് ഞാൻ പറഞ്ഞു, ഇല്ല, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നു. പക്ഷേ ആ ഹോസ്പിറ്റലിൽ തന്നെ ഈ 12,000 രൂപയുടെ മരുന്ന് 6,000 രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്തു തരാൻ ഒരാൾ, അതിനു വേണ്ടി ഒരു ക്രമീകരണം ഒരാൾ അതിനകത്തൊരുക്കി. എന്നാൽ ഞാൻ ഈ കാര്യം ആരോടും പറഞ്ഞില്ല. ഞങ്ങളുടെ 1-2 സഹോദരന്മാരുമായിട്ടൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല ആ വ്യക്തിയെ. എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് വ്യക്തിപരമായിട്ട് അറിയില്ല. പക്ഷേ ഞങ്ങളുടെ ഒരു സഹോദരൻ നിമിത്തം ആ 6,000 രൂപ എനിക്ക് കൃത്യമായിട്ട് ആ ചികിത്സയ്ക്ക് 6,000 രൂപ വേണമായിരുന്നു. ആ 6,000 രൂപ കൃത്യമായിട്ട് അദ്ദേഹം ആ സമയങ്ങളിൽ എൻ്റെ കയ്യിലെത്തിച്ചു. അപ്പോൾ ഞാൻ ഒരുപാട് വലിയൊരു വിശാലതയിൽ നിന്ന് ഞെരുക്കത്തിലേക്ക് പോയപ്പോൾ ഭയങ്കരമായിട്ട് ദൈവത്തോടും ഒക്കെ ഒരു വല്ലാത്തൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് ദൈവത്തിൽ നിന്ന് ഒരു അകന്നു പോകുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നിയെങ്കിലും ആ ഒരു ചെറിയൊരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക വിഷയത്തിൻ്റെ വഴി എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ പോലും അറിയുന്നൊരു ദൈവം ജീവിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെയും ആ പ്രാർത്ഥനയിലും ആരാധനയിലും ഒക്കെ ഒരല്പം കൂടെ അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു വിഷയം നടക്കുന്ന സമയത്ത് തന്നെ എന്നെ അറിയാവുന്നൊരു കർത്താവിൻ്റെ ദാസന്, അദ്ദേഹം ഇങ്ങനെ കിണറിൽ വെള്ളം കോരിക്കൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ദൈവാത്മാവ് ഇടപെട്ടിട്ട് പറഞ്ഞു, ഇന്നടത്തോളം ഇന്ന ദൈവദാസന് ജയരാജ് എന്ന് പറയുന്ന പാസ്റ്റർ എന്തോ ഒരു ബുദ്ധിമുട്ട് താൻ അനുഭവിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആ ദൈവദാസനോട് ദൈവാത്മാവ് ഇടപെട്ടു. ആ സമയത്താണ് എനിക്ക് കണ്ണിന് പ്രശ്നം വന്നത്. പക്ഷേ ആ ദൈവദാസൻ എന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്നെ വിളിച്ചിട്ട് ഈ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറയും, പാസ്റ്ററെ ഇങ്ങനെയാണ് ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിനകത്തൊരു ബുദ്ധിമുട്ടും വരില്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചു. എനിക്ക് ആ കണ്ണിന് കാഴ്ച പൂർണ്ണമായിട്ട് മടക്കി ലഭിച്ചു. ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ ഏത് കഷ്ടതയുടെ നടുവിലും നമ്മൾ ദൈവത്തെ യഥാർത്ഥമായി ആശ്രയിക്കുമെങ്കിൽ ആ ദൈവം ഒരു നാളും ഞങ്ങളെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല എന്ന് ഉറച്ച ഒരു തീരുമാനം ഈ ദിവസങ്ങളിൽ എനിക്ക് ആഴമായി കൈക്കൊള്ളാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. പ്രത്യേകിച്ച് എൻ്റെ പിതാവ് ഈ ഒരു കാല് നഷ്ടപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നിട്ട് പോലും പിതാവ് ജീവിതത്തിൽ കൊണ്ടു നടന്ന ചില നല്ല സ്വഭാവങ്ങൾ ഞങ്ങൾക്ക് 3 മക്കൾക്കും ദൈവം ദാനമായി തന്നു. പ്രത്യേകിച്ച് എൻ്റെ അപ്പൻ ഈ ഒരു കാലില്ലാതെ ഈ ഉപജീവനം ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തിന് കിട്ടുന്ന നന്മയിൽ നിന്ന് കൃത്യമായിട്ട് ദശാംശം ദൈവത്തിന് വേണ്ടി വേർതിരിക്കും. ഒരു പേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ 2 അറയിൽ നിന്നും ദശാംശം വയ്ക്കുന്ന അറയിൽ മറ്റൊരു നന്മയും മറ്റൊരു കാര്യവും അതിനകത്ത് കയറ്റി വയ്ക്കത്തില്ല. അപ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ച ഒരു കാര്യമാണ്. എൻ്റെ അപ്പൻ പറയും, ആ ഒരു വിഷയത്തിന് വേണ്ടി മാറ്റിവെച്ച പൈസ ഒരു കാര്യത്തിനും ചിലവാക്കില്ല എന്ന് പറഞ്ഞ ഒരു ദൃഢനിശ്ചയം എൻ്റെ കുഞ്ഞു പ്രായം മുതലേ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞങ്ങൾക്കും അങ്ങനെ ജീവിതത്തിൽ മുറുകെ പിടിക്കാനായിട്ട് ദൈവം അവസരം തന്നു. എൻ്റെ മൂത്ത സഹോദരനും ആ വിധത്തിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുകയും ഈ ദിവസങ്ങളിൽ നന്നായിട്ട് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി താനും ചിലവിടുകയും ചുമൽ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കുഞ്ഞുനാളിൽ
ഈ പപ്പയുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുക. അല്ലെങ്കിൽ പപ്പയ്ക്ക് ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്ന സമയത്ത്, ഈ ആക്സിഡൻറ്റ് സംഭവിച്ച സമയത്തൊക്കെ ഞങ്ങളെ വളർത്താനായിട്ട് ഒരുപാട് ഞങ്ങളുടെ പപ്പ ബുദ്ധിമുട്ടാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ് ചായക്കടയൊക്കെ നടത്തും. പപ്പ തന്നെ ഞങ്ങൾക്ക് പശു വളർത്തൽ, പപ്പ തന്നെ ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ നിന്ന് ചെയ്യും. 2-3 പശുക്കളെയൊക്കെ വളർത്തി. പക്ഷേ അമ്മ ഞങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ആ വിധത്തിൽ തന്നെ കുഞ്ഞു പ്രായത്തിലെ വീട്ടിലെങ്ങനെയെങ്കിലും സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യണം എന്നൊരു മനസ്സ് ഞങ്ങൾക്ക് 3 പേർക്കും ദൈവം തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 3 പേരും ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഈ ദേശത്തുള്ള കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ആയി 3 പേരും മറ്റൊരു രീതിയിൽ, അല്ലെങ്കിൽ വീടുമായിട്ട് ഒരല്പം അത്രയും അടുത്ത് വരാതെ ഒരുപാട് വ്യത്യാസപ്പെട്ടുള്ള ജീവിതം നയിക്കാനായിട്ടൊക്കെ കുറച്ച് കാലം ഇടയായി. എന്നാൽ ആ സമയത്ത് എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ വഴി നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന യാത്രയിൽ പെട്ടെന്ന് ഒരു കല്ലിൽ തട്ടിയിട്ട് താഴെ വീണ എൻ്റെ നെഞ്ചിന് ഒരു ക്ഷതമുണ്ടായിട്ട് ശ്വാസം കൃത്യമായിട്ട് കിട്ടാതെ വല്ലാത്തൊരു അനുഭവത്തിലേക്ക് പോയി. പക്ഷേ ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ വീട്ടിനകത്തുള്ളത് കുഞ്ഞു പ്രായത്തിൽ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ പറയാതെ കുറച്ച് ദിവസം ഇതിങ്ങനെ കൊണ്ടു നടന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു അനുഭവം വല്ലാതെ എനിക്ക് ശ്വാസം മുട്ടലും അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് എൻ്റെ കുഞ്ഞു പ്രായത്തിൽ, എനിക്ക് തോന്നുന്നൊരു 5ാമത്തെ ക്ലാസ്സിലോ എന്തോ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിനകത്തുണ്ടായത്. അപ്പോൾ ഞാനിത് കുറച്ച് ദിവസങ്ങളിങ്ങനെ വീട്ടിൽ പറയാതെ ഈ സാമ്പത്തികമായി കുഞ്ഞു ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് അറിയാവുന്നത് കൊണ്ട് ഇത് പറയാതെ ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ കൊണ്ടു നടന്നു. പക്ഷേ എനിക്ക് ആ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടും തലകറക്കവും ഈ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ, അല്ലെങ്കിൽ വീട്ടിൽ അവസാനം ഈ കാര്യം പറയേണ്ടി വന്നു. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് എന്നെ കൊണ്ടുപോയി നോക്കാനോ കാണിക്കാനോ കഴിയാത്ത ഒരു അനുഭവം വന്നപ്പോഴും എനിക്കെന്തോ ഒരു പ്രത്യേകിച്ച് ഒരു ദൈവത്തിൻ്റെ സ്നേഹം ആ കുഞ്ഞു പ്രായത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പിന്നീട് ഈ ചികിത്സയും ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞെന്തോ ഹൃദയത്തിൻ്റെ വാൽവിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് അവരോട് പറയാനായിട്ട് തോന്നുന്നു. അത് എൻ്റെ അപ്പനെയും അമ്മയും ഒരുപാട് ഹൃദയത്തിനകത്ത് വേദനിപ്പിച്ചിട്ടൊരു കാര്യമാണ്. അപ്പോഴവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുഞ്ഞു പ്രായത്തിൽ എന്നോട് പറയും, നിങ്ങളൊക്കെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അപ്പൻ സമർപ്പിച്ചിട്ടുള്ളതാണ് എന്ന് ആ സമയത്ത് ഓർമ്മിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ പല പ്രാവശ്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദൈവത്തിന് നിന്നെ വിടുവിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയൊക്കെ അന്ന് നെഞ്ചിൽ ഇടിച്ചിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവത്തിൽ കരയുന്ന, കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ പിന്നെ ചികിത്സിക്കാനോ മറ്റു കാര്യത്തിനോ പോകാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള പ്രതിസന്ധി ഉള്ളത് കൊണ്ട് കരയുകയും നിലവിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ ഒരു ടെസ്റ്റൊക്കെ നടത്തിയപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതെ വണ്ണം ദൈവം എനിക്ക് ആ ഒരു കുഞ്ഞു പ്രായത്തിലെ ദൈവത്തിൻ്റെ സൗഖ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനും ദൈവം അവസരം തന്നു. അങ്ങനെയാണ് ആ വിധത്തിൽ ഓരോ ദിവസവും കർത്താവിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കൃപകളും അനുഭവിക്കാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഈ സമർപ്പിക്കപ്പെട്ട സമയം മുതൽ ഓരോ ദിവസവും ദൈവം എന്നെ അയക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് ഞങ്ങളായിരിക്കുന്ന അവസ്ഥ മാന്യമായി ജീവിക്കാൻ ഉള്ള സാഹചര്യങ്ങളെ ദൈവം ഞങ്ങൾക്ക് 3 മക്കൾക്കും തന്നിട്ടുണ്ട്. കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കും എൻ്റെ പിതാവ് ഞങ്ങളെ വിട്ട് മാറ്റപ്പെട്ടു പോയി. എങ്കിലും ആ ഒരു നല്ല സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ, നന്മകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്നും ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഉത്തേജനമെന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന ദൈവമക്കളോട് ഓർപ്പിക്കാനുള്ളത്, ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുന്നവരായിരിക്കും, സ്വന്തം മാതാപിതാക്കളെ ഓർത്ത് കരയുന്നവരായിരിക്കും. ഏത് സാഹചര്യത്തിൽ നിങ്ങളായിരുന്നാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരമ്മ മക്കൾക്ക് വേണ്ടി കരയാനുണ്ടെങ്കിൽ, ഒരപ്പൻ മക്കൾക്ക് വേണ്ടി കരയാനും ദൈവസന്നിധിയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ആ തലമുറകളെ ദൈവം കൈവിടില്ല. ആ തലമുറകളെ ദൈവം ഒരു നാൾ ഉപേക്ഷിക്കുന്ന ദൈവമല്ല എന്നൊരു ഉറപ്പ് ഇന്ന് പകലും എനിക്ക് നിങ്ങളോട് എടുത്തു പറയാൻ കഴിയും. ആ സമാനമായ അനുഭവത്തിലൂടെ മക്കളെ ഓർത്ത് ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആശ്വാസം തരാൻ കഴിയുന്ന, നിങ്ങൾക്ക് പ്രത്യാശ തരാൻ കഴിയുന്ന, ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും നിശ്ചയമായിട്ട് അനുഗ്രഹിക്കാൻ ഈ ദൈവം സർവ്വശക്തിയുള്ള ദൈവമാണ്. എന്നെ ശുശ്രൂഷയിൽ ഇതുവരെ നടത്തിയ ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും മാനിക്കും.
പൂർണ്ണമായിട്ട് നിങ്ങൾ ഈ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ കൃത്യമായിട്ട് ഈ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളാണ്, യൗവനക്കാരാണ് ഈ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് ദൈവം നിങ്ങളിൽ വരുത്തുന്ന വ്യത്യാസം, അല്ലെങ്കിൽ നിങ്ങളിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയെ നിങ്ങളുടെ മാതാപിതാക്കൾക്കും കണ്ട് ക്രിസ്തുവിൽ ആനന്ദിക്കാൻ ഇടയാകും. അങ്ങനെ ഈ ദൈവകൃപയിലേക്ക് വരാതെ ലോകസ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും മുന്നോട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ ദൈവത്തോട് പറയണം. ഞാൻ എൻ്റെ ആ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഹോസ്പിറ്റലിൽ ഞാൻ അഭയം പ്രാപിച്ച സമയത്ത് ദൈവത്തെ വേണ്ട, ഈ വേല പോയിട്ട് വേറെ ഏത് വേലയും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് അടിയുറച്ച വ്യക്തിയാണ്. പക്ഷേ ആ സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. ഡോക്ടർമാരൊക്കെ ചികിത്സിച്ചിട്ട് എൻ്റെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ അവർ ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിലായിരുന്ന സമയത്താണ് ആ ദൈവദാസൻ വന്ന് പ്രാർത്ഥിച്ചത്. പക്ഷേ ആ സമയത്ത് ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് തീരുമാനം എടുത്ത കാര്യം ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. ആ സമയത്ത് ആരും കാണാതെ ആരും കേൾക്കാതെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇവർ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ സത്യമാണെങ്കിൽ ആ ദൈവത്തെ എനിക്കൊന്ന് അറിയണം, ആ ദൈവം എന്നെ ഒന്ന് വിടുവിക്കണം എന്ന് അന്ന് ആഴമായി പറഞ്ഞു. ഇന്നും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ സന്നിധി നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പറയണം, ദൈവമേ എനിക്ക് ദൈവത്തെ അറിയണം എന്ന് ആഴമായി ആരാണോ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നത്, അതെൻ്റെ ജീവിതാനുഭവമാണ്, ആരാണോ വ്യക്തിപരമായി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവത്തോട് പറയാൻ തയ്യാറാകുന്നത്, അങ്ങനെ ആ വിധത്തിലൊരു ദൈവിക ഇടപെടൽ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. പലർക്കും ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, പലപ്പോഴും നമ്മൾ മറ്റു പലരും കേട്ട അല്ലെങ്കിൽ മറ്റു പലരിൽ നിന്നും കേട്ട ചില അനുഭവങ്ങൾ, ജീവിത അനുഭവങ്ങളായിരിക്കും നമ്മളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ നമുക്ക് വ്യക്തിപരമായി ദൈവത്തിൽ നിന്ന് ഒരനുഭവം പ്രാപിക്കാൻ കഴിഞ്ഞാൽ, വ്യക്തിപരമായി പ്രാപിക്കാൻ കഴിഞ്ഞാൽ, ഏതു സാഹചര്യത്തിലും നമുക്ക് ക്രിസ്തുവിനെ വിട്ടു പോകാൻ പറ്റത്തില്ല. ആ വിധത്തിൽ നിങ്ങൾക്കും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ സർവ്വശക്തിയുള്ള ദൈവം ഈ ദിവസങ്ങൾ കൃപ നൽകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ അവസരം തന്ന പ്രിയമുള്ളവരോട് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കിൽ ചുരുക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ കണ്ണുനീരൊഴുക്കുന്നവർക്ക് പ്രതീക്ഷയുടെ വാതിലായി കണ്ണുനീർ തുടയ്ക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ സ്നേഹം തിരിച്ചറിയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ